സൂപ്പർ ലീഗ് കേരള മത്സരത്തിൽ ആവേശകരമായ മത്സരത്തിൽ കാലിക്കറ്റ് FC വേഴ്സസ് തൃശ്ശൂർ മാജിക് FC കാലിക്കറ്റിൽ കോഴിക്കോടിൻ്റെ കണ്ണീര് വീണിരിക്കുന്നു. ആദ്യമായി കാലിക്കറ്റ് FC സ്വന്തം തട്ടകത്തിൽ ആദ്യമായി ഒരു ടീമിനോട് തോൽവി പറയുകയാണ്. അത് തൃശ്ശൂർ മാജിക് FCയോട്. മൈതാനത്ത് മായാജാലം തീർത്ത തൃശ്ശൂരിൻ്റെ മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ മലപ്പുറത്തിനോട് പരാജയപ്പെടേണ്ടതായിരുന്നില്ല ഞങ്ങൾ എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു പ്രകടനം തൃശ്ശൂർ മാജിക് FCയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. നമുക്കൊപ്പം മീഡിയ വണ്ണിലെ സ്പോർട്സ് ജേർണലിസ്റ്റുകൾ ചേരുകയാണ് ഈ മത്സരം വിലയിരുത്താൻ. ഷറഫുലേക്ക് പോവുകയാണ്. ഷറഫു പറഞ്ഞത് തന്നെയാണ്, നമ്മൾ കഴിഞ്ഞ മത്സരം കണ്ടപ്പോൾ അയ്യോ തൃശ്ശൂർ തോറ്റുപോയല്ലോ എന്ന് നമ്മൾ പരസ്പരം പറഞ്ഞു. ഞങ്ങൾ തോൽക്കേണ്ട ടീമല്ല എന്ന് തൃശ്ശൂർ പറയുകയാണ്. ഇത്തവണ തൃശ്ശൂരിന്റെ ഒരു മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് ആദ്യ മത്സരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നത്തെ മത്സരത്തിൽ കാലിക്കറ്റിന് നിലവിലെ ചാമ്പ്യന്മാരെ അടിച്ചുകൊണ്ടാണ് തൃശ്ശൂർ വീണ്ടും സൂപ്പർ ലീഗ് കേരളയിലേക്ക് രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങളെ കഴിഞ്ഞ സീസണിൽ ഇതേപോലെ കാലിക്കറ്റിനോടായിരുന്നു തൃശ്ശൂർ വിജയിച്ചത്. മാത്രമല്ല ഹോം ഗ്രൗണ്ടിൽ കാലിക്കറ്റ് ആദ്യമായി തോൽവി വഴങ്ങുന്നതും തൃശ്ശൂർ FCക്കെതിരെയാണ്. ഇന്നത്തെ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൻ്റെ മികച്ച പ്രകടനമായിരുന്നു ഗ്രൗണ്ടിൽ കണ്ടത്. തുടർച്ചയായിട്ടുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടു. വിങ്ങുകളിലൂടെയുള്ള മുന്നേറ്റങ്ങൾ കണ്ടു. മിഡ്ഫീൽഡിൽ കളി മെനയുന്നത് കണ്ടു. കാലിക്കറ്റ് അറ്റാക്കിനെ കൃത്യമായി പ്രതിരോധിച്ച് നിർത്തുന്ന ഒരു പ്രകടനം നമ്മൾ കണ്ടു. അത്തരത്തിൽ ഒരു ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് ഈ മത്സരത്തിൽ അവർ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് മാൽസിൻ്റെ ഒരു ഗോളിലൂടെ നമ്മൾ കണ്ടു. മികച്ചൊരു ഹെഡർ ഗോളായിരുന്നു. മാർക്കറ്റ് ജോസഫ് പോലെയുള്ള കളിക്കാർ ഇന്ന് മത്സരത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയി കളിക്കുന്നത് കൂടി നമ്മൾ കണ്ടു. അത്തരത്തിൽ ഒരു തൃശ്ശൂരിൻ്റെ ഒരു മികച്ചൊരു പാക്കേജ്, മികച്ചൊരു പ്രകടനം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാലിക്കറ്റിൻ്റെ പ്രകടനം എടുത്തു പറയുമ്പോൾ പ്രശാന്തിൻ്റെ ചില നീക്കങ്ങൾ കണ്ടു. പക്ഷേ മിഡ്ഫീൽഡിൽ കഴിഞ്ഞ മത്സരത്തിലെ ഉള്ളതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ അവരുടെ ഒരു പ്രകടനം ഇന്നും നമുക്ക് വലിയ ഒരു പ്രശ്നങ്ങൾ കണ്ടു. അവരെ ഒരു ഭാവനാപൂർണമായ ഒരു നീക്കങ്ങൾ കണ്ടിട്ടില്ല. വിങ്ങുകളുടെ നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മിഡ്ഫീൽഡിൽ അവർ കളി മെനയുന്ന ഒരു സ്ഥിതി കാണുന്നില്ല. ഇത് കൃത്യമായ ഒരു സൂചനയാണ് കാലിക്കറ്റ് നൽകുന്നത്. ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ഈ സീസണിൽ കാലിക്കറ്റിന് വലിയ അപകടം കാത്തിരിക്കുന്നുണ്ട്. അതിന് തീർച്ചയായും അവരുടെ കോച്ച് മികച്ചൊരു മറുമരുന്ന് അതിന് കാണുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുള്ള ഒരു സൂചന തന്നെയാണ്. ഇന്ന് 2 മത്സരമായിട്ടുള്ളൂ, സൂപ്പർ ലീഗ് ആരംഭിച്ചിട്ടുള്ളൂ. അട്ടിമറി വിജയത്തിലൂടെ അല്ലെങ്കിൽ മികച്ചൊരു വിജയത്തിലൂടെ കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനത്തേക്ക് പോയ ഒരു ടീമിന്റെ കംബാക്കാണ് കാലിക്കറ്റ് കോർപ്പറേറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് നമ്മൾ കണ്ടത്. ഓക്കെ, അതാണ് അപ്പോൾ അർഹിച്ച വിജയം തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുകയാണ്. തൃശ്ശൂർ നേടിയെന്ന് ഷറഫ് പറയുകയാണ്. ഞാൻ ഈ മാർക്കസ് ജോസഫിന്റെ അടുത്തേക്ക് ബോൾ വരുമ്പോഴേ കൂടുതൽ പന്തുകൾ എത്തുന്നു, അല്ലെങ്കിൽ മുന്നേറ്റത്തിലേക്ക് കൂടുതൽ പന്തുകൾ എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇടത് വിങ്ങിലെ 47-ാം നമ്പർ ജേഴ്സിക്കാരൻ നവീൻ കൃഷ്ണയെ പറയാതെ പറ്റില്ല. അണ്ടർ 23 താരം ഓരോ മത്സരങ്ങളിലും ഒരു പുത്തൻ താരോദയം വരികയാണ്. അതെ, ഈ അണ്ടർ 23 സ്ലോട്ട് എന്നുള്ളത് അത് എത്രത്തോളം ഉപകാരപ്പെടുന്നു ഈ SLKയിൽ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നു. കാരണം ഓരോ മത്സരത്തിലും ഓരോ അണ്ടർ 23 മലയാളി പ്ലെയേഴ്സ് വരികയാണ്, ആ രംഗത്തേക്ക് അവതരിക്കുകയാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ മാർക്കസ് ജോസഫിലേക്ക് ബോൾ എത്തിയില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് കുറേ ഉണ്ടായിരുന്നു. അത് എന്തായാലും ഇപ്പോൾ ഒഴിവായി കിട്ടിയിട്ടുണ്ടാവും. കാരണം ആ വിങ്ങിലൂടെ പായുകയായിരുന്നു നവീൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ പ്ലെയർ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ അണ്ടർ 23 സ്ലോട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെയാണ്. അടുത്ത മത്സരത്തിലും ഐ തിങ്ക് ഫസ്റ്റ് 11-ലെ ആദ്യ പേര് നവീൻ കൃഷ്ണ തന്നെ ആയിരിക്കും. നവീൻ കൃഷ്ണയുടെ ബോളുകൾ ഇനി കണക്ട് ചെയ്യാൻ മാർക്കസ് ജോസഫ് കൂടുതൽ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ ഗോളുകൾ അടിച്ചു കൂട്ടാനും പറ്റും. ഓക്കെ ഫസി, നമ്മൾ കാലിക്കറ്റിൻ്റെ പ്രകടനം നേരത്തെ ഷർഫ് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ പ്രശാന്തിൻ്റെ ഒറ്റയാൻ നീക്കങ്ങൾ, ഈ കാലിൽ ചക്രം പിടിപ്പിച്ച പോലെ പ്രശാന്ത് പന്തുമായിട്ട് പല ഘട്ടത്തിലും മുന്നേറി. പക്ഷേ എവിടെയോ ഒരു ഒത്തൊരുമ കാലിക്കറ്റിന് നഷ്ടപ്പെട്ടിരുന്നു. ഒരു ഒഴുക്ക് ഉണ്ടായിരുന്നില്ല, ഒരു താളം കണ്ടെത്താനായില്ല. ഒരു ഭാവനാപൂർണമായ ഒരു ഫിനിഷിലേക്ക് കാലിക്കറ്റിന് എത്താൻ പറ്റിയില്ല. ഒരുപക്ഷെ കാലിക്കറ്റ് ഒരു മത്സരത്തിലേക്ക് വന്നിട്ടില്ല, പൂർണ്ണമായൊരു എഫേർട്ടിലേക്ക്. ആ സ്ക്വാഡിൻ്റെ ഡെപ്ത് നമുക്കറിയാം. അത്യാവശ്യം നല്ല പ്ലെയേഴ്സും നല്ല വിദേശ താരങ്ങളൊക്കെ ഉള്ള സ്ക്വാഡാണ്. ആ സ്ക്വാഡ് അതിൻ്റെ ഡെപ്തിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണ പൊട്ടൻഷ്യലിലേക്ക് എത്തിയിട്ടില്ല ഈ മത്സരത്തിൽ. പ്രശാന്ത് 2 വിങ്ങിലും മാറി കളിച്ചിട്ടും നമുക്ക് വേണ്ടത്ര ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. ആളുടെ ക്രോസുകൾ വരുന്നു, പക്ഷെ കണക്ട് ചെയ്യാൻ ഫസ്റ്റിലോ സെക്കൻഡിലോ പോസ്റ്റിലോ ആളുകളില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മിസ്സിംഗ് ഉണ്ടെങ്കിലും തുടർന്നുള്ള മത്സരങ്ങളിൽ അത് പരിഹരിക്കുമെന്നുള്ളതാണ് തോന്നുന്നത്. കോച്ച് അതിനുള്ളൊരു പരിഹാരം ഉടനെ കണ്ടെത്തേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അതാണ് അപ്പോൾ നമ്മുടെ വിലയിരുത്തൽ അങ്ങനെയാണ്. കളിച്ചത് തൃശ്ശൂരാണ്, ജയിച്ചത് തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ, ആ മത്സരങ്ങളിലും ഏറെ മുന്നോട്ട് പോകാനുണ്ട് ഞങ്ങൾക്ക് എന്ന് പറയുകയാണ്. തൃശ്ശൂരിൻ്റെ കരുത്ത് മുഴുവൻ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കണ്ടു. അതിലേറ്റവും മികച്ച നിമിഷം എന്ന് പറയുന്നത് ഫയാസിൻ്റെ ഒരു കോർണർ, ഒരു സെറ്റ് പീസ്, ഒരു കോർണർ, അതിന് മെയിൽസൺ ആൽവ്സിൻ്റെ ഒരു മനോഹരമായ ഒരു ഹെഡർ ഗോളും നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് നമ്മൾ ഹജ്മൽ 2 വശത്തും, കോഴിക്കോടിൻ്റെ ഗോൾ കീപ്പർ ഹജ്മലും
ഇപ്പുറത്തെ തൃശ്ശൂരിൻ്റെ ഗോൾ കീപ്പർ കമാലിൻ്റെയും പ്രകടനം നമ്മൾ എടുത്തു പറയുകയാണ്. എന്നാൽ തൃശ്ശൂർ പൂർണ്ണമായും അർഹിച്ച വിജയമാണ്. അവരുടെ പ്രയത്നത്തിന് മൈതാനം തിരികെ നൽകിയ ഒരു വിജയമാണ് കോഴിക്കോടിൻ്റെ മണ്ണിൽ. ആദ്യമായാണ് ഒരു ടീം എത്തി കോഴിക്കോടിനെ വിറപ്പിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ സൂപ്പർ ലീഗ് കേരള മാജിക് ഇനിയും തുടരുമെന്ന് തൃശ്ശൂർ പറയുകയാണ്. മുഷ്താഖിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.